10 വർഷത്തെ നിരോധനത്തിന് ശേഷം നദികളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സർക്കാർ അനുമതി. സംസ്ഥാനത്ത് സാൻഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മണൽ ലഭ്യത കണ്ടെത്തിയ 8 ജില്ലകളിലെ 17 നദികളിൽ നിന്നാണ് മണൽ വാരാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് അനുമതി നൽകിയത്. സംസ്ഥാനത്ത് സാൻഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ മണൽ ലഭ്യത കണ്ടെത്തിയ 8 ജില്ലകളിലെ 17 നദികളിൽ നിന്ന് മണൽ വാരാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സർക്കാർ അനുമതി നൽകി. പ്രളയകാലത്ത് മണൽ അടിഞ്ഞുകൂടിയ നദികളുടെ സംരക്ഷണത്തിനും മണൽക്ഷാമത്തിനും പരിഹാരമാകുമെന്ന് വിലയിരുത്തിയാണ് 10 വർഷങ്ങൾക്ക് ശേഷം മണൽ വാരൽ പുനരാരംഭിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ 12 മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം എന്നിവയുടെ വിജ്ഞാപനങ്ങളും സുപ്രീം കോടതിയുടെയും ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെയും വിധികളും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് മാർഗനിർദ്ദേശങ്ങൾ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഇന്ത്യ അംഗീകരിച്ച കൺസൾട്ടിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാരാണ് അനുമതി നൽകുക. 2016 ജനുവരിയിലാണ് സംസ്ഥാനത്ത് മണൽവാരൽ പൂർണ്ണമായി നിരോധിച്ചത്. 2006 പരിസ്ഥിതി ആഘാത പഠന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മണൽ വാരലിന് പാരിസ്ഥിതിക അനുമതി വേണമെന്ന നിർദ്ദേശം 2015 നടപ്പാക്കിയതോടെയാണ് മണൽ വാരൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ മണൽ വാരലിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.